ഇന്ത്യയെ താരിഫുകളുടെ മഹാരാജാവെന്ന് വിശേഷിപ്പിച്ച് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലുകൾക്ക് പുറമെ ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% അധിക തീരുവ ചുമത്താനുള്ള US സർക്കാരിന്റെ തീരുമാനത്തെ ന്യായീകരിച്ചുകൊണ്ട് വൈറ്റ് ഹൌസ് വ്യാപാര ഉപദേഷ്ടാവ് പീറ്റർ നവാരോ ഇന്ത്യയെ താരിഫുകളുടെ മഹാരാജാവെന്ന് മുദ്രകുത്തിയ അദ്ദേഹം ഇത് ദേശീയ സുരക്ഷയുടെ കാര്യമാണെന്ന് വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ നിലപാടിനെ പ്രതിധ്വനിപ്പിച്ചുകൊണ്ട് റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുന്നതിലൂടെ ഉക്രൈനിലെ റഷ്യയിലെ സൈനിക ആക്രമണത്തിന് ന്യൂഡൽഹി പരോക്ഷമായി ധനസഹായം നൽകുന്നുവെന്ന് നവാരോ ആരോപിച്ചു. ഇന്ത്യയും ചൈനയും റഷ്യൻ എണ്ണ വാങ്ങുകയാണ്. ഇന്ത്യയാണ് മഹാരാജ താരിഫ്. ഏതൊരു പ്രധാന രാജ്യത്തെക്കാളും അവർ നമ്മിൽ നിന്ന് ഈടാക്കുന്ന ഏറ്റവും ഉയർന്ന താരിഫ്. അതിനാൽ അവർ നമുക്ക് ധാരാളം സാധനങ്ങൾ വിൽക്കുന്നു. ഞങ്ങൾക്ക് അവർക്കൊന്നും വിൽക്കാൻ കഴിയില്ല. വൈറ്റ് ഹൌസിൽ നടന്ന ഒരു ബ്രീഫിംഗിൽ US ഉന്നത ഉദ്യോഗസ്ഥൻ പറഞ്ഞു. കഴിഞ്ഞയാഴ്ച ട്രംപ് ഇന്ത്യൻ ഇറക്കുമതികൾക്ക് 25% തീരുവയും അധിക പിഴകളും ഏർപ്പെടുത്തി. ഇത് ഓഗസ്റ്റ് 7 മുതൽ പ്രാബല്യത്തിൽ വന്നു. തുടർന്ന് ബുധനാഴ്ച റഷ്യയുമായുള്ള ഇന്ത്യയുടെ എണ്ണ വ്യാപാരത്തിന് 25% അധിക ലെവി ചുമത്തുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവ് അദ്ദേഹം പുറപ്പെടുവിച്ചു. ഇത് ഇന്ത്യൻ ഇറക്കുമതിയുടെ മൊത്തം തീരുവ 50% ആക്കി. ഇത് ഇതുവരെ ഏതൊരു രാജ്യത്തിനു മേലും അമേരിക്ക ചുമത്തിയ ഏറ്റവും ഉയർന്ന തീരുവകളിൽ ഒന്നാണ്. നമ്മൾ നൽകുന്ന പണം ഉപയോഗിച്ച് അവർ റഷ്യൻ എണ്ണ വാങ്ങുന്നു. തുടർന്ന് റഷ്യൻ എണ്ണ പണം ഉപയോഗിച്ച് യുദ്ധയന്ത്രത്തിന് ധനസഹായം നൽകുന്നു. തുടർന്ന് അമേരിക്ക പോയി ഉക്രൈനിന് പ്രതിരോധ ചിലവ് സഹായം നൽകണം. അപ്പോൾ അതിൽ എന്താണ് തെറ്റ്? പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ ചതുരംഗ കപ്പലെ അംഗീകരിക്കുന്നു. അദ്ദേഹം തുടർന്നു. ഇതൊരു ശുദ്ധമായ ദേശീയ സുരക്ഷാ പ്രശ്നമായിരുന്നുവെന്നും അദ്ദേഹം ഊന്നിപ്പറയുകയും ചെയ്തു. റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ ഇന്ത്യ നിന്ദ്യമായി വിസമ്മതിക്കുന്നത് റഷ്യൻ യുദ്ധയന്ത്രത്തെ നേരിട്ട് പ്രാപ്തമാക്കുകയാണെന്നും കൂട്ടിച്ചേർത്തു. അന്യായമായ വ്യാപാര അന്തരീക്ഷത്തിൽ സാധനങ്ങൾക്കായി US ഇന്ത്യയിലേക്ക് കോടിക്കണക്കിന് ഡോളർ അയക്കുന്നു. തുടർന്ന് ഇന്ത്യ അമേരിക്കൻ ഡോളർ റഷ്യൻ എണ്ണ വാങ്ങാൻ ഉപയോഗിക്കുന്നു. ഉക്രൈനെതിരായ സൈനിക നടപടികൾക്ക് ധനസഹായം നൽകാൻ റഷ്യ ആ പണം ഉപയോഗിക്കുന്നു. ഉക്രൈനെ പ്രതിരോധിക്കാൻ സഹായിക്കുന്നതിന് അമേരിക്കൻ നികുതിദായകർ ബില്ല് അടയ്ക്കണം. ആ കണക്ക് പ്രവർത്തിക്കുന്നില്ല. റഷ്യയുടെ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്ന രാജ്യമായിട്ടും ഇന്ത്യക്കെതിരെ സ്വീകരിച്ച സമാനമായ നടപടികൾ ചൈനയ്ക്കെതിരെ പ്രയോഗിക്കാത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ നവാരോ പ്രതികരിച്ചു. ചൈനയ്ക്ക് ഇതിനകം 50%-ലധികം താരിഫ് ചുമത്തിയിട്ടുണ്ട്. സ്വന്തം താൽപര്യങ്ങൾക്ക് ദോഷം വരുത്താതിരിക്കാൻ ഞങ്ങൾ ശ്രദ്ധിക്കുന്നു. പ്രസിഡന്റ് പറയുന്നത് പോലെ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം. റഷ്യയുടെ സൈന്യത്തിന് ധനസഹായം നൽകുന്നതിന് ഇന്ത്യയുടെ എണ്ണ വാങ്ങലുകൾ ഗണ്യമായി സംഭാവന ചെയ്യുന്നുവെന്ന് ആഭ്യന്തര സുരക്ഷാ ഉപദേഷ്ടാവ് സ്റ്റീഫൻ മില്ലർ നേരത്തെ ആവർത്തിച്ചിരുന്നു. റഷ്യൻ എണ്ണയുടെ ഏറ്റവും വലിയ വാങ്ങുന്നവരിൽ ഒന്നാണ് ഇന്ത്യ. അതിനാൽ ബദൽ വിപണികളിലേക്ക് എളുപ്പത്തിൽ തിരിയാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% അധിക തീരുവ ചുമത്തിയ US നടപടി അന്യായവും നീതീകരിക്കാനാവാത്തതും യുക്തിരഹിതവുമാണെന്ന് ഇന്ത്യ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തു. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് വന്നയുടനെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയെ US ലക്ഷ്യം വെച്ചിട്ടുണ്ടെന്നും ദേശീയ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും ഇന്ത്യ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.